ഈ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പെൺകുട്ടികൾ ഒരു ഏജ് ആകുമ്പോൾ അവരോട് പറയും, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ കല്യാണം കഴിഞ്ഞിട്ട് ചെയ്തോ, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീ കല്യാണം കഴിഞ്ഞിട്ട് ഇട്ടു, നിനക്ക് ഇഷ്ടമുള്ളത് നീ കല്യാണം കഴിഞ്ഞിട്ട് പൊക്കോ, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീ കല്യാണം കഴിഞ്ഞിട്ട് ജീവിച്ചോ. ഓക്കെ, കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അപ്പനെക്കാളും വലിയ മുരങ്ങനായിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡ്. അപ്പൊ ഹസ്ബൻഡ് നിങ്ങളോട് ചോദിക്കും, കല്യാണത്തിന് മുമ്പ് നീ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, കല്യാണത്തിന് മുമ്പ് നിനക്ക് ഇതുപോലുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, കല്യാണത്തിന് മുമ്പ് നീ ഇങ്ങനെയൊന്നും ഡ്രസ്സ് ചെയ്യില്ലായിരുന്നല്ലോ, പിന്നെ എന്താ ഇപ്പം. അപ്പൊ അപ്പോഴില്ലാത്തതൊന്നും ഇപ്പോഴും വേണ്ട. ഈ മാതാപിതാക്കളോടാണ് ചോദിക്കാനായിട്ടുള്ളത്. ഒരു 10-18 അല്ലെങ്കിൽ പോട്ടെ ഒരു 20-25 കൊല്ലം നിങ്ങൾ നിങ്ങളുടെ മക്കളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാനായിട്ടോ അവർക്ക് ഒരു ഫ്രീഡം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ 2-3 കൊല്ലം കൊണ്ട് പരിചയപ്പെട്ട ഒരാൾക്ക് എങ്ങനെ അത് കൊടുക്കാൻ പറ്റും? അതും തികച്ചും വേറൊരു ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരാൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് തിങ്ക് ചെയ്യുന്നത്? അങ്ങനെ എന്താണ് ഇതിനകത്ത് ലോജിക്ക്? നിങ്ങൾ ചെറുപ്പം തൊട്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്തോരം ഉറക്കളഞ്ഞ് എന്തോരം കഷ്ടപ്പെട്ട് എന്തെങ്കിലും പറ്റുമെന്ന് എന്തോരം നോക്കിയാണ് നിങ്ങൾ അവരെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം അവർക്കുള്ള അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഫ്രീഡം അത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഒരു മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എവിടെയോ കിടന്ന് എന്നോ പരിചയപ്പെട്ട് ഏതോ ഒരു വീട്ടിലെ വേറെ ഏതോ അച്ഛനോ അമ്മയോ വളർത്തിയ ഒരാൾ ഇതൊക്കെ നിങ്ങളുടെ മക്കളുടെ ആഗ്രഹം നടത്തി കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെ അത് നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.